സിനിമാ താരങ്ങളായി കഴിഞ്ഞാലോ, സിനിമാ താരങ്ങളിൽ ചില ടീമൊക്കെ ഉണ്ട്, ആരെയും നമ്മൾ നല്ലതൊന്നും പറയുന്നില്ല. മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ എന്തൊക്കെയാണ് ചെയ്തത് നമുക്കറിയാം. ഇവരോടൊക്കെ പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, 10 രൂപയല്ലേ ഉള്ളൂ, 10 രൂപ, അതും ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആണെന്നാണ് പറയുന്നത്. ആ സാധനം ഒന്ന് വാങ്ങിക്കണം, അതാണ് വേണ്ടത്. എപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർ പേഴ്സിൽ വെച്ചുകൊണ്ട് നടക്ക്. ഇങ്ങനെയുള്ള ഈ തൊട്ടിത്തരങ്ങൾ നമ്മൾ കേൾക്കണ്ടല്ലോ, പൊതുജനങ്ങൾ കേൾക്കണ്ടല്ലോ. രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ താരങ്ങൾ, വേടനെ പോലെയുള്ള ആൾക്കാർ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പെണ്ണ് കിട്ടാനുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഇഷ്ടംപോലെ സ്നേഹം കൊടുക്കാൻ ആൾക്കാരുണ്ട്, സ്നേഹിക്കാൻ ആൾക്കാരുണ്ട്. പാവപ്പെട്ട ഒരുത്തൻ നല്ല രീതിയിൽ അധ്വാനിച്ച് ജോലി ചെയ്ത്, അതായത് കുടുംബം പോറ്റാൻ കഴിവുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ പോറ്റാൻ കഴിവുണ്ട്, മാനം മര്യാദയായിട്ട് അവളെ നോക്കും, അവളുടെ ഗർഭചിത്രം നടത്താൻ പോകത്തില്ല എന്നൊക്കെയുള്ള ആ ഒരു വിശ്വാസത്തിൽ പോയിട്ട് പെണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ചിലപ്പോൾ ആട്ടി ഇറക്കി വിടും. കാരണം എന്താ, നീ ഒരു കൂലി വേലക്കാരനാണ്, അല്ലെങ്കിൽ നീ കൊണ്ടുപോകാൻ പറ്റാത്തൊരു ഗൾഫുകാരനാണ്, അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു ജോലിയില്ല, നീ ഒരു ഡ്രൈവറാണ്, നീ ഒരു ഓട്ടോക്കാരനാണ്, നീ ഒരു നാടൻ പണിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ അധിക്ഷേപിച്ച് വിടുകയും ചെയ്യും. ഇന്ന് രാവിലെ മുതൽ ചില സ്ത്രീകളുടെ കാര്യങ്ങളും അതുപോലെ ചാറ്റുകളും ഇതൊക്കെ പുറത്ത് കാണുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമല്ല, നമുക്ക് തോന്നുന്നത് എന്താ അറിയാം, വെറുപ്പാണ് തോന്നുന്നത്. കാരണം ഇവറ്റകളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഒരുത്തന് പോയിട്ട് ഒരു 10 രൂപയുടെ കോണ്ടം വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്ത ഇവന്മാരുടെ കൂടെ എന്തിനാണ് പോയി നിന്ന് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. ഇനി ഇവർക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാനുള്ള വിഷമം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇവർക്ക് ഏതെങ്കിലും ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് അവിടെ സ്വകാര്യമായിട്ട് ചോദിച്ചൂടെ, ഇല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞിട്ട് കേട്ടാ എനിക്കിങ്ങനെ പോകാൻ പറ്റൂല, ഞാനൊരു രാഷ്ട്രീയ നേതാവാണ്, ഞാനൊരു സിനിമാ താരമാണ്, അതുപോലെ ഞാനൊരു ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് വേണമെങ്കിൽ വാങ്ങിച്ചൂടെ. അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് ഇവറ്റകൾക്ക് എന്താ വേണ്ടതെന്ന് വിചാരിച്ചാൽ ചെയ്തൂടെ. എന്തിനിങ്ങനെ നാണം കെടുന്നത്? ഇന്ന് രാവിലെ മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള ചാനലുകൾ അല്ലേ ഫുള്ളായിട്ട് വിടുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയൽ കാണരുത്, അതുപോലെ തന്നെ സിനിമ കാണരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഉള്ള കാര്യം. ഞാൻ പറയാലോ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഇതിലും നല്ലത് ഫാഷൻ TV വെച്ച് കാണുന്നതാണ്. അതാകുമ്പോൾ കുടുംബപരമായിട്ട് കാണാൻ. കാരണം എന്താ, അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, അതിൻ്റെ അകത്തുള്ളത് ഫാഷൻ പരേഡ് മാത്രമാണ്. അതൊരു പരേഡാണ് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് കാണാം. നേരെ മറിച്ച് മലയാളത്തിൽ ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് നമുക്ക് ഓണാക്കിയിട്ട് വെക്കാൻ കഴിയോ? മലയാളത്തിൽ ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് നമുക്ക് കുട്ടികളുടെ മുന്നിൽ വെച്ച് കാണാൻ കഴിയോ? അതേപോലെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നാണം കെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു നാണം കെട്ട പരിപാടി ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ. അമ്മാതിരി കൂതറകൾ, എന്തൊരു കഷ്ടമാണ്. ഇതെന്താണ് ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെയായി പോയത്? ഇവർക്കൊന്നും കുറച്ചൊക്കെ വിവരമില്ലേ? അതായത് ഇവനെ പോലെയുള്ള ആൾക്കാർ ഇതുപോലെ പറയുമ്പോഴേ ഒന്നുകിലെന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്ന് നോക്കുക, ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെ ഒന്നും വരത്തില്ലടോ, ഇനിയിപ്പോൾ അങ്ങനെ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഗർഭിണിയാക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞൂടെ? അല്ല, ഇനി അവനങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പോയിക്കോട്ടല്ലേ? ഇവരുടെയൊക്കെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ രാഷ്ട്രീയ നേതാവ് മറ്റവൻ എൻ്റെ ആളാണ്, മറ്റവൻ എൻ്റെ ആളാണ് എന്നൊക്കെ പറയും. ഇവർക്കൊരു പുളകം കൊള്ളല് അതുമാത്രമേ ഉള്ളൂ. ഞാൻ പറയുകയാണ്, അതായത് സ്ത്രീകൾ തന്നെ അവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള മുളങ്കൂട്ടങ്ങളും മാങ്കൂട്ടങ്ങളും വേടനും വെടവനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും തല പൊക്കിക്കൊണ്ടിരിക്കും. സാധാരണക്കാരനായ ഒരു പയ്യൻ ഇതുപോലെ പെണ്ണ് കിട്ടാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം, ഇനി ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്ത കാര്യങ്ങളൊന്നും പറഞ്ഞാൽ വെളിയിൽ ആരാന്ന് എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഏതോ ഒരു പാവപ്പെട്ടവൻ്റെ തലയിൽ പോയിട്ട് പോവുകയും ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതായത് എല്ലാവരും വന്ന് ഒരുത്തനിട്ട് പൊങ്കാലി ഇടണമെങ്കിൽ അതെന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഈ ഇത്രയും നാൾ എന്തുകൊണ്ട് ഇവർ വൈകിപ്പിച്ചു? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ഒരു ദിവസം വന്ന് പൊങ്കാലി ഇടുന്നത് എന്ത് ഉദ്ദേശത്തിലാണ്? ഇതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് പല പിന്നെ ഹരിതമാറും പല പിന്നെ എന്താ പറയേണ്ടത് ശ്രീ സ്വപ്നന്മാരും ഇവരൊക്കെ വന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെയൊക്കെ പ്രബുദ്ധനായ നേതാവുണ്ട്, അയാളെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടിച്ച് താഴ്ത്തിയിട്ട് പത്തിയും പെടുത്തിയിട്ട് ഇതാ പോയിക്കോ മോനെ വീട്ടിലേക്ക് എന്നാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയും, ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഒരു പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എന്താ പറയുക ഇത് സഹിക്കാൻ കഴിയാതെ അങ്ങ് തകർന്നു പോകും എന്നുള്ളതാണ്.
പക്ഷെ ചില ആൾക്കാർക്കൊന്നും ഇതൊരു പുത്തരിയല്ല. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പെണ്ണ് കേസില്ലെങ്കിൽ എന്തോന്നടേ ഇത്, നിന്റെ പേരിൽ ഒരു പെണ്ണ് കേസ് പോലും ഇല്ല, സിനിമാതാരമാണ് MLA ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇങ്ങനെ ഒരു പുച്ഛമാണ് ജനങ്ങൾക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞ് എല്ലാവരും ലഘൂകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ഇതാണ്, ഇതൊക്കെ കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. മാങ്ങാക്കൊലയാണ്, തേങ്ങാക്കൊലയാണ്, പാവപ്പെട്ടവനോട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുമ്പോഴാണ് ഇവരുടെയൊക്കെ ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത്. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ആ ഒരു റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു ചാറ്റ് ഉണ്ട്, ആണ് എന്നാലും നമുക്കൊന്ന് കേൾക്കാം. കാരണം എന്ന് വെച്ചാൽ പണ്ടൊക്കെ മുത്തുച്ചിപ്പി വായിച്ചാൽ മതിയായിരുന്നു, ഇനിയിപ്പോഴും മുത്തുച്ചിപ്പി വായിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ മലയാള ചാനലുകൾ വെച്ച് കണ്ടാൽ മതി. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. ഏതായാലും അതൊന്ന് കേട്ടിട്ട് വരാം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് കാരണമായത് റിപ്പോർട്ടർ TV പുറത്തുവിട്ട ടെലിഫോൺ സംഭാഷണമായിരുന്നു. ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ടെലിഫോൺ സംഭാഷണം വ്യാജമെന്നാണ് രാഹുൽ അല്പം മുൻപ് പറഞ്ഞത്. റിപ്പോർട്ടർ TV ഇത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയാണ്. പെൺകുട്ടിയുമായി രാഹുൽ നടത്തിയ വാട്സ്ആപ്പ്, ടെലിഗ്രാം ചാറ്റുകൾ ഞങ്ങൾ പുറത്തുവിടുകയാണ്. കേരളം രാഹുൽ ചോദിക്കുന്നത് എന്താ കഴിച്ചേ എന്നാണ്. അപ്പോൾ ഇന്നലെ ഞാൻ മരുന്ന് കഴിച്ചെങ്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായിരുന്നു അറിയോ? രാഹുൽ, എന്താ സംഭവം? പെൺകുട്ടി ഒരിക്കലും ഡോക്ടറെ കാണിക്കാതെ കഴിക്കാൻ പാടില്ല, ഡോക്ടർ ഉണ്ടായാൽ മതി, രാഹുൽ പറയുന്നു. അപ്പോൾ പെൺകുട്ടി പറയുന്നത് ഹെവി ബ്ലീഡിങ്ങും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകും. മറ്റേ ആൾ, ഡോക്ടറെ കാണണം എന്നൊന്നുമില്ല, അതിനൊക്കെയുള്ള മരുന്നുണ്ട്, പിന്നെ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് നീ ടെലിഗ്രാമിൽ വാ, ടെലിഗ്രാമിലേക്ക് വിളിക്കുന്ന. ഈശ്വരാ, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ചേട്ടാ. അപ്പോൾ പെൺകുട്ടി, കഴിക്കുമ്പോൾ എല്ലാം പരിശോധിച്ചിട്ട് വേണം കഴിക്കാൻ. ഞാൻ ഈ കാര്യം അവരോട് സംസാരിച്ചു. അവളുടെ സുഹൃത്ത് ഒരു ഡോക്ടറിനെ ഞാൻ ആദ്യം വിളിച്ചു, അവർ കുറേ വഴക്ക് പറഞ്ഞു. പെൺകുട്ടി അവൾ എന്നെ തിരിച്ചു വിളിച്ച് അവൾ എന്നെയും കൂടി വഴക്ക് പറഞ്ഞു. പെൺകുട്ടി, എന്താ അങ്ങനെ തോന്നുന്നു? രാഹുൽ, ആര് പറഞ്ഞു? ഞാനൊരു വേസ്റ്റാണ്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനൊരു വേസ്റ്റാന്ന് പെൺകുട്ടിയാണ് പറയുന്നത്. അപ്പോൾ രാഹുൽ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പോൾ പെൺകുട്ടി, അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മോശം സാഹചര്യത്തിൽ പോയിട്ടില്ല. എൻ്റെ അമ്മയെ കണ്ടപ്പോൾ കരച്ചിൽ വരുന്നു. ഈ പാവം, അമ്മയെ കണ്ടപ്പോൾ മാത്രമൊക്കെ കരച്ചിൽ വന്നു പോലും പറഞ്ഞു, പാവം. ശരാ രാഹുൽ, നീ വന്ന് എന്നെ കാണേ, നിനക്ക് താങ്ങാൻ ഞാൻ ഇവിടെ ഉണ്ട്. എവിടെയാ താങ്ങുന്നേ? പെൺകുട്ടി ഒരു ഇമോജി ചിരിക്കുന്നത്. എന്താ? പെൺകുട്ടി, ഒന്നുമില്ല. രാഹുൽ, പറ. പിന്നെ കുറേ നേരം മൗനാണ്. മൗനമീ മൗനമീ. അപ്പോഴേക്ക് പെൺകുട്ടി വന്നു. എൻ്റെ തലയിൽ ഇട്ടിട്ട് ഒഴിഞ്ഞു മാറുവാണോടേ? പെൺകുട്ടി, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അന്ന് പറഞ്ഞത്. പെൺകുട്ടി, ഒരുപാട് മാറ്റം. പെൺകുട്ടി, പരിഹാരം നിങ്ങൾ തന്നെ പറയൂ. പെൺകുട്ടി, കയറിച്ചെന്ന ഉടൻ മരുന്ന് തന്ന് വിടില്ല ഡോക്ടർമാർ. ഗൂഗിൾ ചെയ്യോ, രീതികൾ എന്താണെന്ന് എന്തെങ്കിലും നോക്കൂ. പെൺകുട്ടി, ഞാൻ ആരോടാ പറഞ്ഞേ? എത്ര നാൾ ഇത് മൂടി വെച്ച് നടക്കും ഞാൻ? നിനക്ക് എൻ്റെ അമ്മയോട് സ്നേഹമുണ്ടോ? നിനക്ക് എൻ്റെ അമ്മയോട് സ്നേഹമുണ്ടോ? എനിക്ക് ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പേടി, അതേസമയം തന്നെ എൻ്റെ വയറ്റിലുള്ള ജീവനോടും ഇഷ്ടവും. തനിക്ക് അതൊരിക്കലും മനസ്സിലാവില്ല. രണ്ടിനും ഇടയിൽ വീർപ്പ് മുട്ടുന്ന ഞാൻ. അമ്മേ പാവം. രാഹുൽ, നിനക്കില്ലാത്ത ടെൻഷൻ എനിക്ക് വേണ്ടല്ലോ. രാഹുൽ, ഞാൻ ഒഴിവാകുന്നു. പെൺകുട്ടി, ഇതിലെങ്ങനെ ഒഴിവാകും? പെൺകുട്ടി, ഒഴിവാകാൻ തനിക്കും പറ്റുമോ? എനിക്കും നാണക്കേട് ചുമക്കാൻ താല്പര്യമില്ല. രാഹുൽ, 3 ദിവസമായിട്ട് ഇതിനെപ്പറ്റി നിനക്കൊന്നും പ്രോബ്ലം ഇല്ലായിരുന്നു. പെൺകുട്ടി, കുഞ്ഞുമായി എനിക്ക് ആത്മബന്ധമുണ്ട്. രാഹുൽ, ഇപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചത് കൊണ്ടല്ലേ. പെൺകുട്ടി, ഞാനൊരു സ്ത്രീയാടോ. അപ്പോൾ നീ തന്നെ പ്രശ്നം തീർക്കോ. ബൈ. അപ്പോൾ പെൺകുട്ടി, ഇങ്ങനെ നീയാണ് ഉത്തരവാദി, എന്നെപ്പോലെ തന്നെ. എനിക്ക് ഇതല്ല പണി. പെൺകുട്ടി, എനിക്കിതാണോ പണി? അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ മൗനമീ. അപ്പോൾ
ഇതാണ് ഇന്ന് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ കണ്ടുപിടിച്ച ചാറ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഭഗവാനെ, ഇതൊക്കെ കേൾക്കുമ്പോൾ സാംസ്കാരിക കേരളമാണ്, അതുപോലെ സാമൂഹിക കേരളമാണ്, ഭയങ്കരമായിട്ട് ബുദ്ധിയുള്ളവരുടെ കേരളമാണ്, സാക്ഷരത കേരളമാണ് എന്നൊക്കെ പറയുമ്പോഴില്ലേ പുച്ഛം മാത്രമാണോ തോന്നുന്നത്, പുച്ഛം മാത്രമാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ ഒരു മുറം ഇവിടെ വച്ചിട്ട് അന്യൻ്റെ അരമുറത്തിന് തപ്പുന്ന ടീമുകളാണ്. അപ്പുറത്തെ സംസ്ഥാനത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ കൈയിട്ട് വാരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. എടോ, ആദ്യം ഒരു കാര്യം ചെയ്യണം, അവനവൻ്റെ ഒരു മുറത്തിലുള്ള വേസ്റ്റ് കൊണ്ടുപോയിട്ട് കളയണം. അതാണ് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു മുളങ്കൂട്ടത്തിൻ്റെയോ ഒരു മാങ്കൂട്ടത്തിൻ്റെയോ ആളല്ല. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ കേരളത്തിലെ ജീവിതത്തെ പറ്റിയാണ്, നമ്മുടെ ഇവിടെയുള്ള ചില സ്ത്രീകളെ പറ്റിയാണ്. ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇവനൊക്കെ പറയുന്ന വാഗ്ദാനങ്ങളിൽ വീണു പോകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. സാധാരണ അധ്വാനിക്കുന്ന ഒരു കൂലിപ്പണിക്കാരൻ, അവന് ഡെയിലി വേജസ് ആയിരിക്കും, അവന് പെണ്ണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഒരു തന്തമാറും തയ്യാറാവുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവനെ പോലെയുള്ള ഒരു ജോലിയും ചെയ്യാതെ ഇതുപോലെ നടക്കുന്ന ഒരുപാട് എണ്ണത്തിന്, അതായത് ഇടവനായാലും ബേഡനായാലും മാങ്കൂട്ടം മുളങ്കൂട്ടം ഇതെല്ലായാലും ഇവർക്കൊക്കെ ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ താരങ്ങളായി കഴിഞ്ഞാലോ, സിനിമാ താരങ്ങളിൽ ചില ടീമൊക്കെ ഉണ്ട്, ആരെയും നമ്മൾ നല്ലതൊന്നും പറയുന്നില്ല. മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ എന്തൊക്കെയാണ് ചെയ്തത് നമുക്കറിയാം. ഇവരോടൊക്കെ പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, 10 രൂപയല്ലേ ഉള്ളൂ, 10 രൂപ, അതും ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആണെന്നാണ് പറയുന്നത്. ആ സാധനം ഒന്ന് വാങ്ങിക്കണം, അതാണ് വേണ്ടത്. എപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർ പേഴ്സിൽ വെച്ചുകൊണ്ട് നടക്ക്. ഇങ്ങനെയുള്ള ഈ തൊട്ടിത്തരങ്ങൾ നമ്മൾ കേൾക്കണ്ടല്ലോ, പൊതുജനങ്ങൾ കേൾക്കണ്ടല്ലോ, അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ ആരും പൊങ്കാലിയിടാൻ വരരുത്. നമ്മളൊന്നും ഇങ്ങനത്തെ തരത്തിലുള്ള വാർത്തകൾ ചെയ്യുന്നവരല്ല. ബൈ ബൈ.